ദൈവ തിരുനാമത്തിന് മഹത്വം വരുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായി കടന്നു വരുവാൻ ദൈവം എൻ്റെ ആയുസ്സിലൊരു ഭാഗ്യം കൂടെ ഒരുക്കി തന്നതിനാൽ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ധാരാളം ആളുകൾ തുടർച്ചയായി ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ധാരാളം പേരെ അതുകൊണ്ട് തന്നെ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെടുന്ന ധാരാളം ആളുകൾ ഞങ്ങളെ വിളിച്ച് ഈ ശുശ്രൂഷ അനുഗ്രഹമാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ വളരെ പ്രോത്സാഹനമാണ്. നിങ്ങളുടെ എല്ലാ നല്ല വാക്കുകൾക്ക് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. തുടർച്ചയായി ദൈവവചനം പഠിക്കുവാനായി, ദൈവം എന്തോ സംസാരിക്കുന്നു എന്ന് കേൾക്കുവാനായി ആഗ്രഹത്തോടെ താല്പര്യത്തോടെ ഈ നാളുകളിൽ നിങ്ങൾ ഈ വചനം ശ്രദ്ധിക്കണം എന്ന സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ള ആളുകളെ കൂടെ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങൾ പരിചയപ്പെടുത്തുന്നെങ്കിൽ അതൊരു വലിയ അനുഗ്രഹമായിരിക്കും. അതും ദൈവവേലയുടെ ഒരു ഭാഗമാണ്. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് ഇത് അനുഗ്രഹമാണെന്ന് പറയുന്നതും വളരെ സന്തോഷകരമായൊരു കാര്യമാണ്. നമ്മൾ ദൈവസഭ എന്നുള്ള വിഷയത്തിൽ നമ്മൾ ചിന്തിച്ചു വന്നത്, ദൈവസഭ ഒരു തോട്ടമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നു. ദൈവസഭയെ ഒരു സൈന്യമായി ചിത്രീകരിച്ചിരിക്കുന്നതിനെ സംബന്ധിച്ചാണ് അവസാനമായി നമ്മൾ ചിന്തിച്ചു വന്നത്. ദൈവസഭ ഒരു സൈന്യമാണെങ്കിൽ അവരുടെ യൂണിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. അപ്രകാരം ചിന്തിച്ചപ്പോൾ ദൈവസഭയുടെ ഐക്യത, അതാണ് പാതാള ഗോപുരങ്ങൾ തകർക്കുവാനായി, അല്ലെങ്കിൽ ദൈവസഭ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഒരിക്കലും ശത്രുവിന് ദൈവസഭയെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. നമ്മൾ സോങ് ഓഫ് സോളമൻ ഉത്തമഗീതം 6-ാം അധ്യായത്തിലേക്ക് വീണ്ടും വരാം. നമ്മൾ 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഒരു സൈന്യം പോലെ ആമേൻ ദൈവസഭയെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് കാണുവാൻ കഴിയും. അവിടെ ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു, തിർസ പോലെ മനോഹര എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. തിർസ എന്ന വാക്കിൻ്റെ അർത്ഥം ജോയ് എന്നാണ്. അപ്പോൾ ഒരു സൈന്യത്തെ കണ്ടുകൊണ്ട് ആത്മാവിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വലിയ സത്യമാണ്, ദൈവസഭ ജയിച്ചവരായി കൊടികളോടുകൂടിയ സൈന്യം. നാം നേരത്തെ ചിന്തിക്കുകയുണ്ടായി, കൊടികളോടുകൂടിയുള്ള സൈന്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആ സൈന്യം വിജയിച്ച സൈന്യമാണ്. ആമേൻ. നമ്മൾ പുതിയ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം വി ആർ ഓൾസോ ഓവർകമേഴ്സ് എന്ന് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മളും വിജയിച്ചവരാണ്. കാരണം നമ്മുടെ നായകനായ യേശു വിജയിച്ചിരിക്കുന്നു. അവൻ ഏറ്റവും ലോകത്തിൽ ആർക്കും ജയിക്കാൻ കഴിയാത്ത ഒരു കാര്യം മരണമാണ്. എന്നാൽ ആ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ഒന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവവചനത്തിൽ തന്നെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. റെവലേഷൻ ചാപ്റ്റർ 1:18, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്, ഞാൻ മരിച്ചവനായിരുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ലോകത്തിലെ എല്ലാ ആളുകളെയും മരണം കീഴ്പ്പെടുത്തുമ്പോൾ മരണത്തിൽ നിന്ന് ഒരുവൻ ഇതാ ജയിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അഥവാ അവൻ ജയിച്ചവനാണ്. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ദൈവസഭ, അവന്റെ പരിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ കൂട്ടം ജയിച്ചവരാണ്, ജയിച്ച സൈന്യമാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലെ ഒരു ഭാഗം എടുത്തെഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയുകയില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് തന്നെ യെശയ്യാപ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവൻ ബലവാന്മാരുടെ കൊള്ള പങ്കിടും എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അത് മാത്രമല്ല, ഹി സെന്റ് ഫോർ ദ ജഡ്ജ്മെന്റ് ആൻഡ് വിക്ടറി എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ ന്യായവിധി നാളോളം ജയത്തോടെ നടത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജയം തരാൻ കഴിവുള്ളവനാണ് യേശു. അവന്റെ പിന്നാലെ നിൽക്കുന്ന എല്ലാവർക്കും അവൻ ജയം നൽകും എന്നുള്ള കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. എങ്ങനെയാണ് യേശു ലോകത്തെ ജയിച്ചത്? കർത്താവ് പറയുകയുണ്ടായി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് 16-ാം അധ്യായം അതിൻ്റെ 33-ാം വാക്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഐ ഹാവ് ഓവർകം ദ വേൾഡ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എങ്ങനെയാണ് യേശു ലോകത്തെ ജയിച്ചത്? നമുക്കറിയാം, യേശുക്രിസ്തുവിനെ വിസ്തരിക്കാനായിട്ട് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുമ്പോൾ പീലാത്തോസ് പല കാര്യങ്ങൾ ചോദിച്ച് അവനെ വിസ്തരിക്കുകയുണ്ടായി. ലോകത്തിൻ്റെ ഒരു ഭരണാധിപൻ എന്ന നിലയിൽ
ആമേൻ, ഈ പീലാത്തോസ് പല കാര്യങ്ങൾ അവനോട് ചോദിക്കേണ്ട, അവനെക്കുറിച്ച് കേട്ട കാര്യങ്ങളാണ്. അവൻ യഹൂദന്മാരുടെ രാജാവാണെന്നുള്ള കാര്യമായിരുന്നു ആളുകൾ അവനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ അത് അറിയുവാനായി അവനോട് ചോദിച്ചു. അന്നത്തെ വേറൊരു ഭരണാധികാരിയായിരുന്ന ഹേരോദാവ് അവൻ്റെ അടുക്കിലേക്കും ചെല്ലുമ്പോൾ ഏറിയൊന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടും യേശു ഒരക്ഷരവും ഒന്നിനും ഉത്തരം പറഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് യേശു മൗനമായിട്ട് അവിടെ നിന്നത്? മഹാപുരോഹിതൻ ചോദിക്കുമ്പോഴും, പീലാത്തോസ് ചോദിക്കുമ്പോഴും, ഹേരോദാവ് ചോദിക്കുമ്പോഴും, പീലാത്തോസിന്റെ ചേവകർ ചോദിക്കുമ്പോഴും, മഹാപുരോഹിതന്റെ ചേവകർ ചോദിക്കുമ്പോഴും എല്ലാം യേശു മൗനം അവലംബിക്കുന്നതിന്റെ കാരണം എന്താണ്? കർത്താവ് അത് വളരെ വ്യക്തമായി തുറന്നു പറയുകയുണ്ടായി. പീലാത്തോസ് ഏറിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവനോട് മറുപടിയായി പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ അതിൻ്റെ 36-ാം വാക്യത്തിൽ മാത്രം, മറ്റുള്ള സുവിശേഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ മാത്രം നമുക്കൊരു സത്യം കാണുവാനായിട്ട് കഴിയുന്നു. അതെന്താണ്? കർത്താവ് പറയുകയാണ്, എൻ്റെ രാജ്യം ഐഹികമല്ല. ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു രാജ്യം സ്ഥാപിച്ചെടുക്കുവാനല്ല ഞാൻ ലോകത്തിലേക്ക് വന്നത്. പിന്നെയോ അങ്ങനെയായിരുന്നു എങ്കിൽ എൻ്റെ ചേവകർ നിന്നോട് പോരാടുമായിരുന്നു എന്ന് വായിക്കുവാനായിട്ട് കഴിയുന്നു. എൻ്റെ ചേവകർ നിന്നോട് പോരാടുമായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ പോരാടി ജയിക്കുന്ന ഈ ലോകത്തിലെ എന്തെങ്കിലും ഒരു രാജ്യം സ്ഥാപിക്കുവാനല്ല യേശു വന്നത് എന്ന് പീലാത്തോസിനോട് വളരെ ഒരു തുറന്ന പുസ്തകം പോലെ തന്റെ ജീവിതം തുറന്നു കാണിച്ചുകൊണ്ട് കർത്താവ് പറയുകയുണ്ടായി. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചാണ് യേശുവിനെ ആളുകൾ ക്രൂശിക്കാനിടയായി തീർന്നത്. ഇവർ രാജാവാകുവാനായിട്ട് പോകുകയാണ്, എൻ്റെ ഇരിപ്പിടത്തിന്, എൻ്റെ സിംഹാസനത്തിന് ത്രട്ടനിങ് സംഭവിക്കുന്ന എൻ്റെ സിംഹാസനം പോകുമോ എന്നുള്ള ഭയത്തോടുകൂടെ അവരൊക്കെ യേശുവിനോട് പോരാടി. പക്ഷേ യേശു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമായ രാജ്യമല്ല. ഈ ലോകത്തിൽ കാണുന്ന ഏതെങ്കിലും ഒരു ഭരണകൂടം പോലെ ഉള്ള ഒരു ശിഷ്യന്മാർ പോലും അങ്ങനെയൊക്കെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശുവിനോട് വർഷങ്ങളായിട്ട് റോമൻ ആധിപത്യത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ആ ചെറിയ രാഷ്ട്രം അവർക്കൊരു ഭരണം കിട്ടും എന്നൊക്കെ വിചാരിച്ചും കൊണ്ട് യേശുവിനോട് ചോദിക്കുന്നു, കർത്താവേ, നീ ഈ കാലത്തിലാണ് രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കാനായിട്ട് പോകുന്നത്? അപ്പോൾ കർത്താവിന് മറുപടി എന്തായിരുന്നു? കർത്താവ് അവരോട് പറഞ്ഞു, പിതാവിൻ്റെ ഹല്ലേലൂയ അധികാരത്തുള്ള കാര്യങ്ങളാണ് അതൊക്കെ. എന്നാൽ ഹല്ലേലൂയ നിങ്ങൾ ചെയ്യേണ്ടത് ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിക്കുവോളം നഗരം വിട്ടു പോകരുത്. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചാൽ വേറെ രാജ്യത്തിൻ്റെ ആധിപത്യം നിങ്ങൾക്ക് കിട്ടാനിടയായി തീരും. അതേത് രാജ്യമാണ്? അത് ആത്മീയ രാജ്യമാണ്. അത് നിത്യതയ്ക്കായിട്ട് ഒരുക്കപ്പെടുന്നവരുടെ രാജ്യമാണ്. ദൈവരാജ്യത്തിൻ്റെ അനുഭവമാണ്. ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ല, നീതി സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷമത്രയെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ രാജ്യം അത് ആത്മീയ രാജ്യമാണ്. ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരിക്കലും യുദ്ധം ചെയ്തില്ല. കർത്താവിനെ പറ്റി ധാരാളം ആളുകൾ എന്തെല്ലാം പറഞ്ഞു, പക്ഷെ അതിനൊന്നും പ്രതികരിച്ചതായിട്ട് ദൈവവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ആളുകളല്ലേ എന്തെല്ലാം യേശുവിനെ കുറിച്ച് പറയുവാനുണ്ടായിരുന്നു, എന്നാൽ യേശു അതിനൊന്നും മറുപടി പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ നാളുകളിൽ നമുക്ക് ഒരു സൈന്യമായി നിന്ന് പോരാടുമ്പോൾ ആ പോരാട്ടത്തിൽ നമുക്ക് ജയമുണ്ട്. എങ്ങനെയാണ് ജയം? ആത്മാവിലുള്ള വിജയമാണ്. ഭൗതിക മണ്ഡലത്തിലുള്ള സംഘടനകളുടെ ശക്തികൾ കൊണ്ടല്ല, ആളുകളുടെ ബലം കൊണ്ടല്ല. പിന്നെയോ ലോകത്തിന്റെ വഴിയെന്ന് പറയുന്നത് സംഘടിച്ച് ശക്തരാകുവീൻ എന്നുള്ളതാണ്. എന്നാൽ ദൈവത്തിന്റെ വഴിയെന്ന് പറയുന്നത് യേശു മാതൃകയാക്കി കാണിച്ച ആത്മീയ രാജ്യത്തിന്റെ വർധന, ദൈവരാജ്യത്തിന്റെ വർധന. ദൈവരാജ്യത്തിൽ ആ പടയാളികൾ അവര് ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നവരായിട്ടല്ല, പിന്നെയോ ആത്മാവിൽ യുദ്ധം ചെയ്ത് ആത്മീയ രാജ്യം സ്ഥാപിക്കുവാനായി ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ തിമോഥെയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമാണ്. 2-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം മുതൽ ഒരു ദൈവദാസൻ ആരായിരിക്കണം? അവൻ ശണ്ടയിടാത്തവനും അവൻ സൗമ്യനായിരിക്കണം എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ നമ്മുടെ ശണ്ട എവിടെ നിന്നാണ് വരുന്നത്? അത് ജഡത്തിൽ നിന്നാണ് വരുന്നത്, യാതൊരു സംശയവുമില്ല. എവിടെയെങ്കിലും ശണ്ടയുണ്ടെങ്കിൽ, ഏതെങ്കിലും കുടുംബത്തിൽ ശണ്ടയുണ്ടെങ്കിൽ, ഏതെങ്കിലും സഭയിൽ ശണ്ടയുണ്ടെങ്കിൽ, ഏതെങ്കിലും കൂട്ടായ്മകളിൽ ശണ്ട
ഉണ്ടെങ്കിൽ അതെല്ലാം ജഡത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്. ആത്മാവിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഒരിക്കലും ശണ്ട കൊണ്ടുവരികയില്ല. ശണ്ട ജനിപ്പിക്കുന്ന ആത്മാവല്ല ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മളെല്ലാവരും ജയിച്ചവന് പിന്നാലെ ഇറങ്ങിയവരായതുകൊണ്ട് ജയിക്കുവാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 24-ാം വാക്യത്തിൽ പൗലോസ് കർത്താവിൻ്റെ മടങ്ങിവരവിനോടനുബന്ധിച്ച് ഒരു കാര്യം പ്രസ്താവിച്ചിട്ടുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ഒടുക്കത്തെ ഹല്ലേലൂയ ശത്രുവായ മരണം നീങ്ങിപ്പോകും എന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. അത് താഴോട്ട് വായിക്കുമ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. ആമേൻ. ഒടുക്കത്തെ ശത്രുവായ മരണം നീങ്ങിപ്പോകുമ്പോൾ രാജ്യം പിതാവിനെ ഏൽപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ആമേൻ. അത് 1000 ആണ്ട് വാഴ്ച ക്രിസ്തു ഭൂമിയിൽ നടത്തുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ ശ്രദ്ധേയമായ കാര്യം, കർത്താവ് ഹല്ലേലൂയ മടങ്ങി വരുമ്പോൾ ഒടുക്കത്തെ ശത്രുവായ മരണം കൂടെ നീങ്ങിപ്പോകുന്നു. ഇന്ന് ലോകത്തിൽ മരണം അധിവസിക്കുന്നതിന് കാരണം യേശു മടങ്ങി വരാത്തത് കൊണ്ടാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവനായ യേശു വരുമ്പോൾ ആമേൻ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അന്ന് ആമേൻ ഈ ഭൂമിയിൽ ഹല്ലേലൂയ മരണം നീങ്ങിപ്പോകുന്ന കാലഘട്ടത്തിൽ യേശു വന്ന് രാജ്യം സ്ഥാപിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഹല്ലേലൂയ മരണം ഓടിപ്പോകും എന്ന ദൈവത്തിന്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. 1000 ആണ്ട് വാഴ്ചയുടെ അവസാന സമയത്താണ് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്ന ഗോഗ മാഗോഗ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തോടുകൂടെ മരണം അവസാനിക്കുകയാണ്. ലോകത്തിലുള്ള ഒരു നല്ല പങ്കാളികൾ മരിച്ച് ലോകത്തിൽ നിന്ന് വേർപെടും. എന്നാൽ വിശുദ്ധന്മാർ നിത്യതയിലേക്ക് അതിനെ തുടർന്ന് പ്രവേശിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനിയും നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മൾ സൈന്യമായി നിന്ന് പോരാടി ജയിച്ചെങ്കിൽ മാത്രമേ ആമേൻ കർത്താവിനോട് കൂടെ ഇരിക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. അതാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. റെവലേഷൻ ചാപ്റ്റർ 3:21 അവിടെ വായിക്കുന്നത്, ഞാൻ ജയിച്ച് സിംഹാസനത്തിൽ ഇരുന്നതുപോലെ നിങ്ങളും ഇരിക്കണമെന്നുണ്ടെങ്കിൽ ദൈവസഭയ്ക്ക് ദൂത് കൊടുക്കുമ്പോൾ ഹല്ലേലൂയ 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം ഏറ്റവും അവസാനത്തെ സഭയായ ലവദോക്യ സഭയോട് പറയുകയാണ്. ലവദോക്യ കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളും ജീവിക്കുന്നത്. എന്നോട് നിങ്ങളോടും പറയുന്നു, ആമേൻ, നമ്മളെ ജയിക്കുന്നവരായി മാറണം. നമ്മളെ ജയിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ കർത്താവിന് നമ്മളെ അവിടെ ഇരുത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. നേരത്തെയുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ചിന്തിക്കേണ്ട റെവലേഷൻ ചാപ്റ്റർ 5:5 ആമേൻ ദൈവത്തിന് മുമ്പിൽ ഒരു സിംഹാസനം കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ കർത്താവ് ആ സിംഹാസനത്തിൽ ഇരിക്കുവാൻ കാരണം ഹല്ലേലൂയ ദൈവത്തിൻ്റെ പുത്രൻ ലോകത്തിൽ വന്നതിന് ശേഷം അവൻ ജയിക്കുകയുണ്ടായി. ആരെ ജയിച്ചു? അവൻ സാത്താനെ ജയിച്ചു, ലോകത്തെ ജയിച്ചു, ജഡത്തെ ജയിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ഇപ്രകാരം നമ്മൾ പോരാടി ജയിക്കുന്നവരായി മാറുമ്പോൾ കർത്താവിനോടുകൂടെ സിംഹാസനത്തിൽ നമുക്ക് ഇരിക്കുവാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ കർത്താവ് ജയിച്ചത് ആമേൻ യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം അതിന് 33-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, യേശു ലോകത്തെ ജയിക്കുകയുണ്ടായി. 1 യോഹന്നാൻ അതിൻ്റെ 5-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ലോകത്തെ ജയിച്ച ജയം യേശുക്രിസ്തു ജയിച്ചതായിട്ട് യോഹന്നാൻ വീണ്ടും പ്രസ്താവിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ആമേൻ കർത്താവ് ആമേൻ ജഡത്തെ ജയിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയും. ജഡത്തിലൂടെ ധാരാളം പരീക്ഷകൾ തൻ്റെ ജീവിതത്തിൽ വന്നു. നമുക്ക് അതിനെക്കുറിച്ച് നല്ല ഒരു ചിത്രം കിട്ടുന്നത് നമ്മൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രം യേശുക്രിസ്തു ഉപവസിച്ച 40 ദിവസത്തിൽ മരുഭൂമിയിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു പ്രത്യേക വാക്യം എഴുതിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. അതായത് യോഹന്നാന്റെ സുവിശേഷത്തിലോ ലൂക്കോസിലോ മർക്കോസിലോ മത്തായിലോ ഒന്നും കാണാത്ത, അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു ഉപവസിച്ച കാര്യത്തെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 3 സുവിശേഷങ്ങളിൽ നമ്മൾ യേശു 40 ദിവസം ഉപവസിച്ചതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സുവിശേഷങ്ങളിൽ എങ്ങും കാണാത്ത ഒരു വാക്യം മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? അവൻ കാട്ടുമൃഗങ്ങളോടുകൂടെ ആയിരുന്നു എന്നൊരു വാക്ക് അവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. ദൈവവചനപ്രകാരം ജഡത്തെ കാട്ടുമൃഗങ്ങളോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയും. എന്ന് പറഞ്ഞാൽ അവൻ ജഡത്തിൽ തനിക്കുണ്ടായിരുന്ന
ആയിരുന്ന തന്നെ അടിമപ്പെടുത്തുമോ? താൻ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ തന്നെ അടിമപ്പെടുത്തുവാനായി ആമേൻ സിംഹവും ആമേൻ അതുപോലെ തന്നെ ഹല്ലേലൂയ കരടിയും ഒക്കെ അലറിക്കൊണ്ട് വരുമ്പോൾ അതിനെ കീഴ്പ്പെടുത്താനുള്ള അഭിഷേകം മരുഭൂമിയിൽ വെച്ച് ആ ജഡത്തെയെല്ലാം കീഴ്പ്പെടുത്താനുള്ള അഭിഷേകം ദൈവത്തിന്റെ പുത്രൻ പ്രാപിക്കുകയുണ്ടായി. നമുക്ക് അനേക ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ശിംശോൻ എന്ന് പറയുന്ന ദൈവദാസനെ ദൈവം വളരെ ശക്തനായി ദൈവം ഉപയോഗിച്ച ദൈവദാസനാണ്. ദൈവത്തിന്റെ ദാസനായ ശിംശോൻ എന്താണ് സംഭവിച്ചത്? അവന്റെ ജഡത്തിൽ അവന്റെ നേരെ വന്നിരുന്ന ആ പോരാട്ടങ്ങൾക്കെതിരെ നിൽക്കാൻ കഴിയാതെ അതിലവൻ പരാജയപ്പെടുകയുണ്ടായി. അതുകൊണ്ട് ഈ നാളുകൾ നമ്മുടെ ജഡത്തോട് നമ്മുടെ ജഡം നമ്മുടെ ആത്മാവിനോട് പോരാടും. ദൈവത്തിന്റെ വചനം പറയുന്നു, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജഡ നമ്മളോട് പോരാടുമ്പോൾ അതിനെ ജയിച്ച് അടക്കുന്ന ഒരു പട്ടാളക്കാരനായി മാറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ജഡത്തിൽ പോരാടി ജയിക്കുവാൻ നമ്മളെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ജഡത്തിൽ ഹല്ലേലൂയ ആമേൻ വസിക്കുമ്പോൾ പൗലോസ് പറയുന്ന ഒരു വാക്ക് നമുക്കറിയാം, ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ റോമാലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പരാജയപ്പെട്ടവനെ അല്ല, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഓ റെച്ചഡ് മാൻ എന്ന് പറഞ്ഞുകൊണ്ട് താന് അവൻ നിലവിളിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അവൻ ഒരിക്കലും പരാജയപ്പെട്ട ഒരു അധ്യായമല്ല അവിടെ കുറിച്ച് വയ്ക്കുന്നത്. പിന്നെയോ 25-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം ഈ ജഡത്തോട് പോരാടി എനിക്ക് ജയിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവസഭയാണോ? അവരൊരു പോരാട്ടത്തിലാണ്, അവരൊരു സൈന്യമായി നിന്ന് പോരാടുകയാണ്. സാത്താന്യ ശക്തികളോട്, ജഡത്തോട്, ലോകത്തോടുള്ള പോരാട്ടത്തിലാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും, യേശു ആരോട് പൊരുതി ജയിച്ചോ? സാത്താനോട് പൊരുതി ജയിക്കുകയുണ്ടായി. നമുക്ക് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ യോഹന്നാൻ ലേഖനത്തിൽ പറയുന്നു, നിങ്ങൾക്ക് പോരാട്ടമുള്ളത്, നിങ്ങൾ ആരോടാണ് പോരാട്ടമുള്ളത് അല്ലെങ്കിൽ ജയിക്കേണ്ടത്? ലോകത്തോട്, ജഡത്തോട്, പിശാചിനോട്. പിശാച് അവസാനമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോഴും സാത്താനോട് യേശു പോരാടി ജയിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് 4-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതുപോലെ തന്നെ ലൂക്കോസ് 4-ന്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി ലോകത്തെയും അതിന്റെ മഹത്വത്തെയും കാണിച്ചതായിട്ട് വായിക്കാൻ കഴിയുന്നു. സാത്താന് ഇതെല്ലാം കൊണ്ടുവന്ന് മോഹിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ യേശു അതിലൊക്കെ ജയം വരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അങ്ങനെ കർത്താവ് ജയിക്കുകയുണ്ടായി. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം ഉണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നമുക്കോ ഇതിലൊക്കെയും പൂർണ്ണ ജയം തന്നിരിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. No, in all things we are more than conquerors, through him who loves us. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, നമ്മെ സ്നേഹിച്ച യേശു ക്രിസ്തു മുഖാന്തരം നമുക്കിതൊക്കെ പൂർണ്ണ ജയം ലഭിച്ചിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, ഏകദേശം 16 കൂട്ടം കാര്യങ്ങൾ നമ്മുടെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് എന്താണ് മരണത്തിനോ ജീവനോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഹല്ലേലൂയ യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നമ്മളെ പിടിച്ചു മാറ്റുവാനായിട്ട് കഴിയത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജയിക്കേണ്ടത്? സൗമ്യരായി ജയിക്കുവാൻ, യേശുവിന്റെ മാതൃകയിൽ ജയിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. മാത്രമല്ല, അടുത്തതായിട്ട് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുമ്പോൾ എങ്ങനെയാണ് ജയിക്കുന്നത്? വിശ്വാസത്താലാണ് ജയിക്കുന്നത്. ദൈവത്തിന്റെ വൈതലേ,
വിശ്വാസത്താൽ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും. മല്ലനായ ഗോലിയാത്ത് തന്നെ നേരെ നിൽക്കുമ്പോൾ ഒരു സാധാരണക്കാരനായ 15-16 വയസ്സുള്ള ദാവീദ് എന്ന് പറയുന്ന ഒരു ബാലൻ, അവൻ എങ്ങനെയാണ് ആ വലിയ മല്ലനായ ഗോലിയാത്തിനെ ജയിക്കുവാനായിട്ട് കഴിയുന്നത്? 6 മുഴവും 1 ചാണുമുള്ള വലിയ ഒരു മല്ലനായ മനുഷ്യൻ, 6 വിരലുകൾ വീതം ഉള്ളതായ വലിയ ആ മനുഷ്യനെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്? അത് മാത്രമല്ല, അവന്റെ മുമ്പിൽ ഒരു പരിചയക്കാരൻ പരിച പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്? ഇങ്ങനെയുള്ള ഒരു മല്ലനെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്? അവിടെ തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്നു, അവൻ ജയിച്ചത് ദൈവത്തിന്റെ നാമത്തിൽ അവന്റെ നേരെ ചെല്ലുകയാണ്. അവന് വിശ്വാസം ഉണ്ടായിരുന്നു. ഒരു നാളിൽ കാട്ടിൽ വെച്ച് ഒരു സിംഹത്തെയും ഒരു കരടിയെയും ഒക്കെ കീറിക്കളയുവാൻ ശക്തി തന്നവനായ ആ ദൈവത്തിന്റെ ശക്തി എന്നിൽ വ്യാപരിച്ചാൽ അവൻ വിശ്വസിക്കുകയാണ്, എനിക്ക് ദൈവം ഒരു ജയം തരും. അതുകൊണ്ട് നമ്മളെല്ലാവരും ജയിക്കേണ്ടത് കൊടികളോടുകൂടിയ സൈന്യമായി നമുക്ക് ഈ നാളുകളിൽ ജയിക്കാൻ കഴിയുന്നത് കർത്താവിൻ്റെ ഹല്ലേലൂയ കർത്താവിലുള്ള അമിതമായ ആ വിശ്വാസത്തിലായിരിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൽ അബ്രഹാമിന്റെ ഒരു ജയത്തെ സംബന്ധിച്ച് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അബ്രഹാം എങ്ങനെയാണ് ജയിച്ചത്? തൻ്റെ ഒരു മിലിറ്ററി ട്രെയിനിങ് ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. തൻ്റെ വീട്ടിലുള്ള 318 അഭ്യാസികളായ ആളുകളെ താന് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരികയായിരുന്നു. 5 രാജാക്കന്മാരുടെ യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ അവരെ രക്ഷപ്പെടുത്തി ലോത്തിനെ കുടുംബത്തെയൊക്കെ കൊണ്ടുവരുമ്പോൾ ദൈവത്തിന്റെ ദാസനായ അബ്രഹാമിന് നല്ല ഉറപ്പ് വിശ്വാസം ഉണ്ടായിരുന്നു. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. യുദ്ധത്തിന്റെ കൈകളെയും പോരിന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നവനായ ദൈവത്താൽ എനിക്ക് വിജയമുണ്ട് എന്ന് തനിക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് യോശുവയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ 6-ാം അധ്യായം 20-ാം വാക്യം വായിക്കുമ്പോൾ ഇതാ വിശ്വാസത്താൽ വലിയ ഒരു കോട്ട ഇടിച്ച് സൈന്യമായി അവർ മുന്നേറുന്നത് കാണുവാൻ കഴിയും. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ ചിന്തിക്കുകയുണ്ടായി, അവർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടവരാണ്. യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട ആളുകൾക്ക് യുദ്ധം ചെയ്ത് ജയിക്കുവാനായിട്ട് കഴിഞ്ഞു. അതായത് ഇസ്രായേൽ മക്കൾ ആ യെരിഹോ കോട്ടയുടെ ചുറ്റുപാട് നടക്കുമ്പോൾ വിശ്വാസത്താൽ അവര് പെട്ടി എടുത്തുകൊണ്ട് നടക്കുകയാണ്. ദൈവത്തിന് നിയമപ്പെട്ടവും എടുത്തുകൊണ്ട് നടക്കുക. അങ്ങനെ നടക്കുമ്പോൾ അവരുടെ വിശ്വാസം, ഒരു ദിവസം ദൈവത്തിന്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടും. ദൈവത്തിന്റെ പ്രവൃത്തി 7-ാം ദിവസം 7 പ്രാവശ്യം കാഹളമൂതുമ്പോൾ ഇതാ കോട്ടകൾ ഇടിഞ്ഞു വീഴുവാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വിശ്വാസത്താൽ സുവിശേഷത്തിന്റെ കാഹളം നീട്ടി ഊതുമ്പോൾ ആത്മമണ്ഡലത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ ഇടയായിത്തീരും. ഈ നാളുകളിൽ ദൈവത്തിന്റെ ദാസനെ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ കൂടുതൽ വിശ്വസിക്കാനുള്ള ഒരു കൃപ. ആത്മമണ്ഡലത്തിൽ വലിയ യുദ്ധം നടന്നാൽ, സാത്താൻ പരാജയപ്പെട്ടാൽ നിങ്ങളുടെ സഭയിൽ ആളുകൾ വരും. നിങ്ങളുടെ സഭയിൽ ആളുകളുടെ വലിയ തിക്കും തിരക്കും ഉണ്ടാകും. ആത്മമണ്ഡലം തുറന്നു തന്നാൽ വലിയ സാത്താൻ അടക്കി വാഴുന്ന ധാരാളം സ്ഥലങ്ങൾ ദൈവം നമുക്ക് അവകാശമാക്കി തരാനിടയായിത്തീരും ഈ നാളുകൾ. അതുകൊണ്ട് ദൈവം തന്നെ സഭയെ പണിയുമ്പോൾ ഒരു സൈന്യമായി മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അടുത്തതായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് പഠിക്കുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം എങ്ങനെയാണ്? ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞ സൗമ്യത കൊണ്ട് നമുക്ക് ജയിക്കാൻ കഴിയും. രണ്ടാമതായിട്ട് നമുക്ക് ആ വിശ്വാസം കൊണ്ട് ജയിക്കുവാനായിട്ട് കഴിയും. മൂന്നാമതായിട്ട് നമ്മൾ ചിന്തിച്ചത് ദൈവവചനത്തിൽ നമ്മൾ കണ്ടു, കാഹളമൂതി അവര് കാഹളമൂതി അവര് ജയിച്ചതുപോലെ നമുക്കും വിശ്വാസത്താൽ ജയിക്കാൻ കഴിയും. നാലാമതായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ബൈ ഫാസ്റ്റിംഗ് ആൻഡ് പ്രയർ. അഥവാ നമുക്ക് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്താൽ നമുക്ക് ജയാളികളായി മാറുവാനായിട്ട് കഴിയും. 1 ശമൂവേൽ 7-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫെലിസ്ത്യരുമായിട്ട് യുദ്ധത്തിനായി ഇസ്രായേൽ മക്കൾ പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവര് യുദ്ധം അഭ്യസിക്കാത്തവരാണ്. എന്നാൽ ദൈവത്തിന്റെ വലിയ പദ്ധതി പ്രകാരം ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യാനായിട്ട് പോകുമ്പോൾ അവര് ഫാസ്റ്റ് ചെയ്തതായിട്ട് വായിക്കാനായിട്ട് കഴിയുന്നു. നമുക്ക് ഈ നാളുകളിൽ
ഫാസ്റ്റ് ചെയ്യാം. ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവസിക്കുന്ന ദൈവത്തിലെ ശത്രുവിനെ പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയത്തില്ല. നല്ലൊരു ഉദാഹരണമാണ് അവൻ അന്യദേശത്ത് ഒരു പ്രവാസിയായിരിക്കുമ്പോൾ ഇതാ ദാനിയേൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചവന് ദൈവം ജയം കൊടുത്തു. മാത്രമല്ല നമുക്ക് വീണ്ടും വായിക്കുവാനായിട്ട് പഠിക്കുവാൻ കഴിയുന്നത് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്, അഥവാ ദൈവത്തിന്റെ വചനത്താൽ സാത്താനെ ലോകത്തെ ജയിക്കുവാനായിട്ട് കഴിയും. 1 ശമൂവേൽ 17-ാം അധ്യായത്തിന്റെ 51-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ദൈവവചനത്തിൽ ഹല്ലേലൂയ ഒരേ ഒരു കാര്യം അവൻ എഫെസ് ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോടാണെന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു ആയുധം മറ്റുള്ള എല്ലാം നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. മറ്റെന്നാൽ സാത്താനെ അറ്റാക്ക് ചെയ്യാനായിട്ട് അവിടെ ആത്മാവിന്റെ വാൾ ഉപയോഗിക്കാൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ദൈവത്തെ ഹല്ലേലൂയ വചനം കൊണ്ട് ഹല്ലേലൂയ നമുക്ക് ജയിക്കാൻ കഴിയും. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഉപസംഹരിക്കട്ടെ. ഹല്ലേലൂയ വർഷിപ്പ് കൊണ്ട് നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയും. സാത്താനെ ജയിക്കുവാനുള്ള നല്ലൊരു മാർഗമാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിന് 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോശാഫാത്ത് രാജാവ് ഇതാ അവൻ ജയിച്ചത് സൈന്യത്തെ കൊണ്ടല്ല, പിന്നെയോ പാട്ടുകാരെ മുമ്പേ നിർത്തിയാണ്. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഓരോരുത്തരെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഈ നാളുകളിൽ സാത്താനെ ജയിച്ചവരായി, പടയായി, സൈന്യമായി നമുക്ക് മുമ്പോട്ട് പോകാം. കൊടികളുള്ള സൈന്യം പോലെ, തിർസ പോലെ മനോഹര എൻ്റെ സഭ.